ഹായ് ഫ്രണ്ട്സ്, എമ്മി ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ പാസ്തയുടെ റെസിപ്പിയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ പാസ്ത എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഈ ഒരു ചിക്കൻ പാസ്തയിൽ ഞാൻ കുറച്ച് വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. മിക്കവാറും കുട്ടികൾക്കൊക്കെ പാസ്ത ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ വെജിറ്റബിൾസൊക്കെ മാറ്റിയിട്ട് സൈഡിലേക്ക് വെച്ചിട്ട് അത് മാത്രം കഴിക്കും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ അവരെ കൊണ്ട് ഏത് തരം വെജിറ്റബിൾസും നല്ല ടേസ്റ്റി ആയിട്ട് കഴിപ്പിക്കാൻ പറ്റിയ ഒരു ചെറിയൊരു ട്രിക്സും കൂടെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാസ്തയും കിട്ടും. നിങ്ങളെ കുട്ടികളെ കൊണ്ട് ഏത് തരം വെജിറ്റബിൾസും കഴിപ്പിക്കാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ട പാസ്ത ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെക്കുക. വെള്ളം വെച്ചിട്ട് അത് അവിടെ അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് നന്നായി തിളച്ചതിന് ശേഷം ഇതിലേക്ക് പാസ്ത ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഓയിൽ ഏത് വേണേലും നിങ്ങൾക്ക് ചേർക്കാം. ഇനി ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുത്തിട്ട് ചേർക്കുകയാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്ന വരെ നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഒരു വലിയൊരു തക്കാളി ചെറുതായി മുറിച്ചിട്ടും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്പൈസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. ഇനി തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സ്മൂത്തായി വന്നതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മൾ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നതൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് പാസ്ത ചേർത്ത് കൊടുക്കുക. അപ്പോൾ പാസ്ത ഞാൻ 500 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് കംപ്ലീറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓയിൽ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വെന്ത് വരുമ്പോൾ തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാനാണ് ഇത് ചേർക്കുന്നത്. ഞാനിപ്പോൾ ചെറിയ തരം പാസ്തയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് തരം പാസ്ത ഉപയോഗിച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ വേവിച്ചെടുക്കുക. പ്രഷർ കുക്കറിലാണെങ്കിൽ ഒരൊറ്റ വിസിൽ വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്തിട്ട് പ്രഷർ കംപ്ലീറ്റ് കളഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ തുറന്നിട്ട് എടുക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ വേവ് കൂടിപ്പോവും. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് സ്മൂത്തായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് വലിയൊരു ക്യാരറ്റും കുറച്ച് ബീൻസും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കുക. ഇതിലേക്ക് കുറച്ച് സ്വീറ്റ് കോണും കൂടെ ചേർക്കുന്നുണ്ട്. സ്വീറ്റ് കോണും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി എടുക്കുക. മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് തരം വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർക്കുക. അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം വീണ്ടും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് പകുതി വേവ് വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഒരുപാട് അങ്ങ് വെന്ത് പോകണ്ട, പകുതി വെന്താൽ മതി. ഇപ്പോൾ കംപ്ലീറ്റ് ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് നമുക്ക് ഒന്ന് വേവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. പകുതി വെന്താൽ മതി. അപ്പോഴേക്ക് നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാസ്ത ഒന്ന് ഊറ്റി വെക്കണം. അപ്പോൾ ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഒട്ടി പിടിക്കില്ല. അപ്പോൾ ഓയിൽ ചേർക്കാൻ മറക്കരുത്. ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ പകുതിയോളം വെന്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. അപ്പോൾ ഇത് വേവിച്ചെടുക്കുമ്പോൾ ഒരുപാട് വെന്ത് പോവാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കണേ. ഇനി വെജിറ്റബിൾസൊക്കെ കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കാൻ പറ്റിയ ഒരു ചെറിയ ട്രിക്സാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ചെയ്യാറുള്ളതാണ്. ഇതിൻ്റെ പകുതി ഭാഗം ഞാൻ അങ്ങ് മാറ്റി വെച്ചിട്ട് അത് നന്നായി ചൂടാറി കഴിഞ്ഞാൽ അരച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് അരക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കുക. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അവിടെ വെച്ചു എന്നേ ഉള്ളൂ. സാധാരണ ഞാൻ ഉണ്ടാക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അവർ ഏത് വെജിറ്റബിൾ ആണെങ്കിലും അവരങ്ങനെ അറിയാതെ അങ്ങ് കഴിച്ചോളും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾ ചേർത്തിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിലും കുട്ടികൾ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ അത് കഴിച്ചോളും. ഇനി പാസ്ത വേവിച്ച സെയിം പാത്രത്തിൽ തന്നെ നേരത്തെ ബാലൻസ് വെച്ച വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 300 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് ഉപ്പ്, മഞ്ഞൾ, കുരുമുളക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കൈകൊണ്ട് വേവിച്ചതിന് ശേഷം കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പിച്ചിയെടുത്തതാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് വേണം ചെയ്യാൻ.
ഇപ്പോൾ നമ്മുടെ മാറ്റി വെച്ച വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തു. അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഒരു ഇത്തിരി വെള്ളം കൂടെ ചേർത്തിട്ട് ആഡ് ചെയ്യുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കുക. അപ്പോൾ ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചിക്കൻ വേവിച്ചിട്ടുള്ള കുറച്ച് വെള്ളം ബാലൻസ് ഉണ്ടാവും എന്തായാലും, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതൊരിക്കലും കളയരുത്. ഇതിലേക്ക് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളെ പാസ്തക്ക് കിട്ടുക. അപ്പോൾ ഇത് കളയുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ചേർത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത തന്നെ നമുക്ക് കിട്ടും. അതുകൂടെ ചേർത്തിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂണോളം മയോനൈസ് ചേർത്ത് കൊടുക്കുക. മയോനൈസ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. സ്പൈസി ആയിട്ട് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുക. ഇതുകൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പാസ്ത ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാസ്ത ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പാസ്ത വേവിച്ചെടുക്കുമ്പോൾ ഒരിക്കലും വേവ് കൂടി പോയി കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുത്താലും അത് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കുറച്ച് സമയം ഒന്ന് വെക്കുക. 2-3 മിനിറ്റോളം വെച്ചാൽ മതി. ഈ മാക്രോണി ഒക്കെ ചേർത്തതിന് ശേഷം മൊത്തത്തിലൊന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഒരു 3 മിനിറ്റോളം കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. ഇനി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാണ്. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പാസ്ത ഉണ്ടാക്കുകയാണെങ്കിൽ ഇതേ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്യണം. അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളെ കുട്ടികൾക്ക് വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഇതേ റെസിപ്പിയും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അവർ കഴിച്ചോളും. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ അവർ കഴിച്ചോളും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.